ഹായ് ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ലിഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് ഇന്ന് ഈദായിട്ടും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ട്. ഞാനിനി 3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്കും വരത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് എയർപോർട്ടിലെത്തി, ചായയൊക്കെ കുടിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു അരമണിക്കൂറോളം ഡിലേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരാളിങ്ങനെ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ എനിക്ക് എയർക്രാഫ്റ്റിനകത്ത് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്നൈ എയർപോർട്ടിലെത്തി. ഞാൻ പുറത്തേക്ക് പ്രൊസീഡ് ചെയ്യായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞു. ഫ്ലൈറ്റ് ചെന്നൈയിലേക്കാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഞാൻ 3 ദിവസം ഇവിടെ ഉണ്ടാവും. പെരുന്നാളൊക്കെ ഇനിയിപ്പം ഇവിടെ ചെന്നൈയിലായിരിക്കും. ഞാൻ വീട് ഭയങ്കരമായിട്ട് ഇപ്പം ഈദായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും മിസ് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ ഫ്ലൈയിങ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഫ്ലൈറ്റിന് പോകാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഈദായിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. വീട്ടിലായിരുന്നതിൽ നല്ല ഫുഡും ബിരിയാണിയൊക്കെ കഴിക്കാമായിരുന്നല്ലോ ഈദായിട്ട്. പക്ഷേ അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം എല്ലാം ഞാനിവിടെ ഹോട്ടലിൽ വന്നിട്ട് തീർത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ബിരിയാണി കണ്ടപ്പോൾ ആദ്യം എടുത്ത ബിരിയാണിയാണ്. അങ്ങനെ ഈദായിട്ട് ഹോട്ടലിൽ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഫ്രഷ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസൊക്കെ വന്നു. ഇനിയിപ്പോൾ ഈ ഫുഡും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് റൂമിലേക്ക് പ്രൊസീഡ് ചെയ്യണം. ഞാൻ പെരുന്നാളിനിടാനുള്ള ഔട്ട്ഫിറ്റ് ഓൾറെഡി വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ കൊണ്ടുവന്നതാണ്. കാര്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ റൂമിലേക്ക് പ്രൊസീഡ് ചെയ്തു. ഫ്രഷ് ആയി കഴിഞ്ഞ് പെരുന്നാൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വീട്ടിലാണെങ്കിലും ഇതൊക്കെ തന്നെയായിരിക്കും പരിപാടി. അപ്പോൾ പിന്നെ ലേ ഓവറായിട്ട് അതിന് മാത്രം ഒരു കുറവ് വരുത്തണ്ടെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാൻ മാറിക്കിടന്ന് ഉറങ്ങി. എന്നിട്ട് കാര്യം എനിക്ക് നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്. അപ്പം നല്ലപോലെ റെസ്റ്റ് എടുക്കണം. ഏർലി മോർണിംഗ് എന്ന് വെച്ചാൽ മോർണിംഗ് 2 മണിക്ക് 3 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. 2 മണിക്ക് എന്തോ റിപ്പോർട്ട് ചെയ്യണം, 3 മണിക്കാണ് ഡിപ്പാർച്ചർ. അതുകൊണ്ട് ഞാൻ നല്ലപോലെ അങ്ങ് റെസ്റ്റ് എടുത്തു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ മാറിക്കിടന്നുറങ്ങി.